ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബുധൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ്. വിദ്യാകാരകനായ ബുധൻ ജൂൺ 29 ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം സ്വന്തം രാശിയായ മിഥുനത്തിൽ നിന്നും ചന്ദ്രൻ്റെ രാശിയായ കർക്കടകത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. ഈ രാശിമാറ്റം കൊണ്ട് ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കാം. ബുധൻ കർക്കടകത്തിൽ നിൽക്കുന്നതിൻ്റെ ഫലം മാത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിനെ പറ്റി സംസാരിക്കാം. അശ്വതി, ഭരണി, കാർത്തിക കാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണല്ലോ മേടക്കൂറ്. 3ഉം 6ഉം ഭാവാധിപനായ ബുധൻ 4ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ധനസമൃദ്ധി ഉണ്ടാകും. മാതാവിൻ്റെ സ്നേഹം കിട്ടും. കുടുംബത്തിൽ മറ്റുള്ളവരുമായി രമ്യതയിലാകും. ഭൂമി, വാഹനം, വീട് എന്നിവയുടെ ലഭ്യതയുണ്ടാകും. കുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാൻ യോഗമുണ്ടാകും. അധ്യാപകർക്കും ബാങ്ക് ജീവനക്കാർക്കും നല്ല സമയമാണ്. അഭീഷ്ടസിദ്ധിയും കുടുംബത്തിൽ സുഖവും കിട്ടും. ഇനി മിഥുനക്കൂറിനെ പറ്റി പറയാം. മകയിരമര, തിരുവാതിര, പുണർതം മുക്കാൽ ചേർന്നതാണ് മിഥുനക്കൂറ്. ചന്ദ്രലഗ്നത്തിൻ്റെയും 4ാം ഭാവത്തിൻ്റെയും അധിപതിയായ ബുധൻ 2ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു. പുതിയ വീട്ടിൽ താമസിക്കാനുള്ള യോഗമുണ്ടാകും. സംസാരം കൊണ്ട് എല്ലാവരെയും ആകർഷിക്കും. ശത്രുക്കൾ പോലും മിത്രങ്ങളാകും. പൂർവികരുടെ എല്ലാ സ്വത്തുക്കളും കയ്യിൽ വരാനുള്ള സമയമാണ്. നല്ല ആൾക്കാരുമായിട്ടുള്ള സഹകരണമുണ്ടാകും. പൊതുവേദിയിൽ മതിപ്പുണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. കുടുംബത്തിൽ സന്തോഷമാണ് എല്ലാവർക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയം തന്നെയാണ്. ഇനി കന്നിരാശി. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിര ചേർന്നതാണ് കന്നിരാശി. കന്നിരാശിയുടെ 10ാം ഭാവത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ചന്ദ്രക്കൂറിൻ്റെയും 10ാം ഭാവത്തിൻ്റെയും അധിപതിയായ ബുധൻ സഞ്ചരിക്കുന്നത് 10ാം ഭാവത്തിലാണ്. ജ്യേഷ്ഠ സഹോദരൻ്റെ സഹായം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. കർമ്മരംഗത്ത് വലിയ ഉയർച്ചയുണ്ടാകും. അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകും. വിദേശത്ത് പോയാലും അവിടെയും നല്ല ജോലി കിട്ടും. ബന്ധുക്കളുടെ സ്നേഹം കിട്ടും. ആരോഗ്യവും സുഖവും സന്തോഷവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉണ്ടാകും. ഇനി തുലാം രാശി. ചിത്തിര, ചോതി, വിശാഖം മുക്കാൽ. തുലാമിൻ്റെ 9ാം ഭാവത്തിലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. 12ഉം 9ഉം ഭാവാധിപനാണ് ബുധൻ. വിചാരിച്ചിരിക്കാത്ത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. മക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ കിട്ടും. കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്ത് പോകും. സ്വന്തം ജോലിയിൽ വൻ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. വലിയ പട്ടണങ്ങളിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടാകും. വ്യാപാരത്തിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും വിജയം. പുതിയ സ്ഥാനമാനങ്ങളും പ്രശംസയും പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷം. ധനുക്കൂറ്. മൂലം, പൂരാട, ഉത്തരാടം കാൽ ചേർന്നതാണ് ധനുക്കൂറ്. ധനുവിൻ്റെ 7ാം ഭാവത്തിലൂടെയാണ് ബുധൻ്റെ സഞ്ചാരം. 7ൻ്റെയും 10ൻ്റെയും അധിപതിയായ ബുധനാണ് 7ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത്. ദമ്പതികൾ തമ്മിൽ സ്നേഹത്തിലാകും. സന്താന ലാഭമുണ്ടാകും. വിവാഹം തടസ്സമുണ്ടായിരുന്നവർക്ക് വിവാഹം നടക്കും. പുതുവസ്ത്രങ്ങൾ കിട്ടാനുള്ള യോഗ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം കിട്ടും വിവാഹത്തിന്. അപവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. ഉദ്യോഗസ്ഥർക്ക് ഉയർച്ച. അതുപോലെ വിദ്യാർത്ഥികൾക്കും വൻ വിജയമുണ്ടാകും. ഇനി കുംഭക്കൂറ്. അവിട്ടം, മര, ചതയം, പൂരിരുട്ടാതി മുക്കാൽ. കുംഭത്തിൻ്റെ 6ാം ഭാവത്തിലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. 5ഉം 8ഉം ഭാവാധിപനാണ് ബുധൻ. 6ൽ കൂടി സഞ്ചരിക്കുന്നു. പല കാര്യങ്ങളുടെയും തടസ്സം മാറും. കുട്ടികളുടെ പഠിത്തം, വീട് വയ്പ്, കുട്ടികളുടെ വിവാഹം എന്നിവയുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി രമ്യതയിലാകും. വളരെ നാളായിട്ട് ചികിത്സയിലായിരുന്ന രോഗികൾക്ക് രോഗം ഭേദമാകും. ഉദ്യോഗസ്ഥർക്ക് ജോലി സ്ഥിരതയുണ്ടാകും. കുടുംബത്തിൽ സന്തോഷമാകും. മേൽപ്പറഞ്ഞ 6 രാശിക്കാർക്കാണ് ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് കൂടുതൽ ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത്. മറ്റുള്ള രാശിക്കാർക്ക് ദോഷപരിഹാരത്തിനായി വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനവും നടത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.